ഒന്ന് ശമൂവേലിന്റെ പുസ്തകം 2-ാം അധ്യായം 1 തുടങ്ങിയിട്ട് മ്യൂട്ടാണ് പറഞ്ഞു സ്റ്റാൻഡേർഡ്. ഒന്ന് ശമൂവേൽ 2-ാം അധ്യായം 1 തുടങ്ങി. അനന്തരം ഹന്ന പ്രാർത്ഥിച്ചു പറഞ്ഞെന്തെന്നാൽ, എന്റെ ഹൃദയം യഹോവയിൽ ആനന്ദിക്കുന്നു, എന്റെ കൊമ്പ് യഹോവയാൽ ഉയർന്നിരിക്കുന്നു, എന്റെ വായ് ശത്രുക്കളുടെ നേരെ വിശാലമാകുന്നു, നിന്റെ രക്ഷയിൽ ഞാൻ സന്തോഷിക്കുന്നു. യഹോവയെ പോലെ പരിശുദ്ധനില്ല, നീ അല്ലാതെ ഒരുത്തനുമില്ലല്ലോ. നമ്മുടെ ദൈവത്തെ പോലെ ഒരു പാറയുമില്ല. ഡംഭിച്ച് ഇനി സംസാരിക്കരുത്, നിങ്ങളുടെ വായിൽ നിന്ന് അഹങ്കാരം പുറപ്പെടരുത്. യഹോവ ജ്ഞാനമുള്ള ദൈവം, അവൻ പ്രവൃത്തികളെ തൂക്കി നോക്കുന്നു. വീരന്മാരുടെ വില്ലൊടി മതി സിസ്റ്റർ. കാരണം നമ്മൾ നേരത്തെ ചിന്തിച്ച ഭാഗമാണ് 1ഉം 2ഉം വാക്യങ്ങൾ. 3-ാം വാക്യമാണ് ദൈവം ഇടപെട്ടത്. ഹരോട് പറഞ്ഞത്, ഡംഭിച്ച് ഇനി സംസാരിക്കരുത്, നിങ്ങളുടെ വായിന്ന് അഹങ്കാരം പുറപ്പെടരുത്. യഹോവ ജ്ഞാനമുള്ള ദൈവം, അവൻ പ്രവൃത്തികളെ തൂക്കി നോക്കുന്നു. ഹല്ലേന്ന് നമ്മൾ കാണുന്ന പല സംസാരങ്ങൾ നമുക്ക് കേട്ടാലറിയാം, അവര് ഡംഭിച്ച് അഹങ്കാരം സംസാരിക്കുന്നു. ഹാലയില് വായിൽ നിന്ന് അഹങ്കാരം പുറപ്പെടുന്നത്. കാരണം അവിടെയെല്ലാം എന്താ ഡംബോ എന്ന് പറയുമ്പോൾ, ഈ അഹങ്കാരം എന്ന് പറയുമ്പോൾ നഗളം അവിടെയെല്ലാം ദൈവത്തെ ഉയർത്തേണ്ട സ്ഥലത്തെല്ലാം ഹാലയില് മനുഷ്യനെ ഉയർത്തുന്ന ഒരു പ്രവണത ഇന്ന് നമ്മൾ കാണുന്നുണ്ട്. ഹല്ലേലൂയ. അവിടെ പറയുന്നത് ഡംഭിച്ച് ഇനി സംസാരിക്കും, നിങ്ങളുടെ പറയുന്ന അഹങ്കാരം പുറപ്പെടരുത്. നമ്മൾ അഹങ്കാരത്തോടെ ഹല്ലേലൂയ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞ ദൈവം പറയുന്നേ, യഹോവ ജ്ഞാനമുള്ള ദൈവം, അവൻ പ്രവൃത്തികളെ തൂക്കി നോക്കുന്നു. ഹാലയില ആര് ചെയ്യുന്ന പ്രവൃത്തിയാണ് തൂക്കി നോക്കപ്പെടും. ഹാലയില ദൈവം നമ്മുടെ ദൈവം നമ്മുടെ ദൈവം കാണുന്ന ചിലർ വിചാരിക്കും ഒന്നും കാണുന്നില്ല, ചിലർ വിചാരിക്കും ഒന്നും കേൾക്കുന്നില്ല. ഹാലയില ചിലർ വിചാരിക്കും ഹാലയില അങ്ങനെ സംഭവിക്കുന്നില്ല. ഹാലയില പക്ഷേ ആരും കണ്ടില്ലെങ്കിലും ദൈവം കാണുന്ന ദൈവമാണ്. നമ്മൾ പറയുന്ന ഓരോ വാക്കും, നമ്മൾ പറയുന്ന ഓരോ പ്രവൃത്തിയും ദൈവം കണക്ക് വെച്ച് പ്രതിഫലം കൊടുക്കുന്ന ദൈവം. നമുക്ക് എല്ലാവർക്കും അറിയാം, വേദപുസ്തകത്തിൽ തന്നെ ആഹാബ് ഇസബേലും കൂടെ നാബോത്തിന്റെ മുന്തിരിത്തോട്ടത്തിന് വേണ്ടി ആരും അറിയാതെ രഹസ്യമായിട്ട് പരിപാടികളൊക്കെ ചെയ്ത് പുള്ളിയെ കൊന്നു. പക്ഷേ ദൈവം അത് കണ്ടു. ഹാലേലൂയ. അയാൾക്ക് വേണ്ടി സംസാരിക്കേണ്ട ഒരു വ്യക്തി, ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നില്ല. ഹാലേലൂയ. പക്ഷേ നീതിമാന ദൈവം അവിടെ നീതി നടത്തുന്ന കാണുന്നുണ്ട്. അങ്ങനെ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തികളും ഹാലലിയ നമുക്ക് നമ്മൾ ഒരിടത്ത് ചെന്നപ്പോൾ സാറാമസ് സംസാരിക്കുന്ന സുവിശേഷത്തെ കുറിച്ചാണ്. ഹാലലിയ നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ ബന്ധുക്കൾ, നമ്മുടെ സുഹൃത്തുക്കൾ ഹാലലിയ അവരൊക്കെ ആയിരിക്കും നമ്മൾ പലപ്പോഴും എന്തുകൊണ്ടാണ് നമ്മൾ പോയി പറഞ്ഞു പലർക്കും ഇന്ന് പെന്തക്കോസ്റ്റ് ആണെന്ന് പറയാൻ തന്നെ നാണക്കേട്. അവർ പലരോടും പറയാറില്ല. പക്ഷെ എന്താ അത് പറയാത്ത അവർക്ക് എന്തോ ഒരു എന്താ പറയുക, ഇത് കുറവുള്ള അല്ലെ അവരുടെ കൂട്ടത്തിൽ മാറ്റി നിർത്തുന്നതൊക്കെ ചെയ്യും. പക്ഷേ നിങ്ങൾ മാനുഷ്യമായ സ്നേഹത്തെയോ മാനുഷ്യമായ ബഹുമാനത്തെയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ദൈവത്തിന്റെ സ്നേഹം നിങ്ങൾ ഇല്ല എന്ന് തന്നെ ദൈവം പറയുന്നു. പക്ഷെ നമ്മളൊരിടത്ത് ചെന്നിട്ട് അഭിമാനത്തോടെ ഞാൻ ഗുണകേനാണ് എന്ന് പറയാനായിട്ട് അഭിമാനത്തോട് പറയണം. കാരണം വെച്ചാൽ ഇനി അവിടെ പറയുന്നത് കൊണ്ട് ചിലപ്പോൾ നിങ്ങൾ ഇച്ചിരി അങ്ങോട്ട് മാറ്റി നിർത്തപ്പെടുന്ന ഒരു അനുഭവം ഉണ്ടായാലും സാരമില്ലെന്നേ. കാരണം അതിന് പ്രതിഫലമുണ്ട്. പക്ഷെ താൽക്കാലികമായിട്ട് അവിടെ ചെന്നിട്ട് മിണ്ടാതിരിക്കാൻ പറയേണ്ട കാരണം കഴിഞ്ഞ പോലെ അത് പറഞ്ഞ ഞങ്ങളുടെ ചർച്ചിലെ കുഞ്ഞുങ്ങളും കഴിഞ്ഞ വർഷത്തെ ഇതിന്റെ ന്യൂ ഇയറിന് ഇതിന് ഒരു സ്കിറ്റ് അവതരിപ്പ്. അപ്പൊ ഒരു കൂടെ നടക്കുന്ന വളരെ അടുത്ത സുഹൃത്തായ ഒരു കൊച്ചിനോട് പോലും രക്ഷിക്കപ്പെട്ടാണ്, സ്നാനപ്പെട്ടാണ്, സുവിശേഷത്തെ കുറിച്ച് പറയുന്നില്ല. അവൾ പെട്ടെന്നൊരു ആക്സിഡന്റ് ലോകത്ത് മാറ്റപ്പെടുമ്പോൾ അവൾ രാത്രി സ്വപ്നത്തിൽ വന്നവളോട് ചോദിക്കുന്നതൊക്കെയാണ്, എന്തുകൊണ്ടാണ് നീ എന്നോട് പറയരുത്, നരകത്തിലേക്ക് പോകാൻ നീയല്ലേ കാരണം, നീ എന്നോട് ഒരിക്കൽ പോലും പറഞ്ഞില്ലല്ലോ. കാരണം പലരും നമ്മുടെ മുന്നിൽ നിന്ന് നമ്മളെ ന്യായം വിധിക്കുന്നതുമാണ്. കാരണം വെച്ചാൽ നമ്മൾ പലരോടും ക്രിസ്തുവിനെ കുറിച്ച് പറയേണ്ട സ്ഥലത്ത് നമ്മൾ മിണ്ടാതിരിക്കുമ്പോൾ നാളെ അവർക്ക് ഏത് നിമിഷം ലോകത്തുനിന്ന് ആരും മാറ്റപ്പെടാം. നമ്മൾ പിന്നെ പറയാം, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പറയാം. നമ്മുടെയൊക്കെ ചിന്ത ഇത് തന്നെ. നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റായിട്ട് എന്നിട്ട് പറയാം. ഇല്ല ഇപ്പൊ ചെന്ന് പറഞ്ഞ് ചിലപ്പോൾ അവര് ചോദിക്കുമല്ലോ, നീ വന്നിട്ട് എന്താ നിനക്ക് കിട്ടിയെന്ന് ചോദിക്കും. നീ വന്നിട്ട് നീ ഇപ്പോഴും ഇങ്ങനെ കഷ്ടത്തെ കിടക്കുകയാണല്ലോ, അല്ല നിന്റെ വീട്ടിൽ ഇനിയും വിടുവിക്കപ്പെട്ട ആൾക്കാർ ഇരിക്കുകയല്ലേ, പിന്നെ നീ എന്തിനാ എന്നോട് വന്ന് പറഞ്ഞെന്ന് അവർ ചോദിക്കും. എന്ന് വിചാരിച്ചിട്ടൊക്കെ നമ്മൾ പലരോടും പറയാതിരിക്കും. പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് പറയുന്നത് അവര് ഇന്ന് ഈ ലോകത്ത്, നാളെ ഈ ലോകത്ത് മാറ്റപ്പെട്ട ആൾ ദൈവം നമ്മളോട് ചോദിക്കും,
കാരണം നമുക്ക് തന്ന അവസരമാണ് നമ്മൾ ഇല്ലാതാക്കിയത്. പക്ഷെ ചിലപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നെങ്കിൽ അവര് കേട്ടില്ല, അവരനുസരിച്ചില്ല എങ്കിൽ കുറ്റം നമ്മുടെ മേലില്ല. പക്ഷെ ഇല്ലെങ്കിൽ നമ്മൾ ഹല്ലേലൂയ കണക്ക് കൊടുക്കേണ്ടി വരും. അത് ഹല്ലേലൂയ അത് നമുക്കറിയാം. അപ്പൊ അത് ദൈവം ജ്ഞാനമുള്ള ദൈവം. ഇവിടെ പറയുന്നത് ജ്ഞാനമുള്ള, നമ്മുടെ ദൈവം ജ്ഞാനമുള്ള ദൈവം. ദൈവം അവൻ പ്രവൃത്തികളെ തൂക്കും. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ എന്താണത്? നമ്മൾ റോഡിൽ കൂടെ പോകുമ്പോൾ ഹല്ലേലൂയ ഒരു മനുഷ്യൻ എന്താ പറയാ നടക്കാൻ വയ്യ, അല്ലെങ്കിൽ നമുക്ക് വണ്ടിയുണ്ട്, വാഹനമുണ്ട്. നമ്മൾ ചിലപ്പോൾ എന്താ വെച്ചാൽ ഇന്നത്തെ കാലത്ത് ആരും കേട്ടത്തില്ല വണ്ടിയിലേക്ക്. കാരണം വെച്ചാൽ ഏത് ടൈപ്പ് ആളാണെന്നൊന്നും അറിയത്തില്ല. പക്ഷേങ്കില് ഹല്ലേലൂയ ദൈവം നമ്മളോട് ഇടപെട്ട് കഴിഞ്ഞാൽ മനസ്സിനുള്ളിൽ നമുക്കൊരു അങ്ങനെ ഒരു തോന്നൽ ദൈവം തന്നു കഴിഞ്ഞാൽ നമ്മൾ അവരെ അറ്റ്ലീസ്റ്റ് നിർത്തി അവരെന്തുകൊണ്ടാണെന്ന് ചോദിച്ച് ഒരു സഹായം, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലൊരു നന്മയെങ്കിലും കൊടുത്ത് അവർക്ക് പോകാനുള്ള വഴി ഒരുക്കി കൊടുക്കുന്നില്ലെങ്കിൽ ദൈവം നമ്മളോട് ചോദിക്കും. നമ്മൾ വയറ് നിറച്ച് മൃഷ്ടാനമുണ്ട് വയറ് നിറച്ചിരിക്കുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ തൊട്ടടുത്ത് ഉള്ള മനുഷ്യ പട്ടിണിയാണെങ്കിൽ അത് അറിഞ്ഞിട്ടും മിണ്ടാതിരിക്കുന്ന നമ്മൾ സഹായിക്കുന്ന ദൈവം നമ്മളോട് ചോദിക്കും. ഇതൊക്കെ ദൈവം ചോദിക്കും. കാരണം വെച്ചാൽ ദൈവം പെന്തക്കോസ്തുകാരെ മാത്രം സഹായിക്കണമെന്നോ ഹല്ലേലൂയ അല്ലെങ്കിൽ സകല ജഡത്തിന്റെ ദൈവമാണ് നമ്മുടെ ദൈവം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും ദൈവം തൂക്കി നോക്കുന്നു. ഹല്ലേലൂയ ദൈവത്തിന്റെ മനസ്സലിവ് എങ്ങനെയാണ് അത് നമ്മളിലും ഉണ്ടാകണം. നമ്മൾ ഉണ്ടാകുന്നില്ല എങ്കിൽ ഹല്ലേലൂയ നമുക്ക് ദൈവത്തിന്റെ മനസ്സറിവുണ്ടാവും. അതുപോലെ ഡംഭം അത് ദൈവത്തിന് ഇഷ്ടമല്ല. ഇന്ന് നമ്മൾ കേൾക്കുന്ന നമ്മൾ ചില സഭയിലൊക്കെ പോയിരിക്കുമ്പോഴും ചില സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോഴും ഹല്ലേലൂയ ഞാനുണ്ടായാലും ഞാൻ അങ്ങനെ ചെയ്ത് ഞാൻ ഇങ്ങനെ ചെയ്ത് ഞാൻ പണ്ട് ഞാൻ ഒത്തിരി കേട്ടിട്ടുണ്ട്. അപ്പൊ അത് പറയുമ്പോഴത്തേനും പലയിടത്തും ഹല്ലേലൂയ അവരവരെ ഉയർത്തുന്നത് നമ്മൾ കാണുന്നു. പക്ഷെ ഇന്നലെ കഴിഞ്ഞ ദിവസം ഞാൻ ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് എനിക്കറിയത്തില്ല. സഹോദരൻ എന്നോട് പറഞ്ഞു ഹല്ലേലൂയ മ്യാൻമറിൽ എന്തുകൊണ്ട് ഭൂകമ്പം ഉണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ദേവദാസനെ കൊന്നു ഹല്ലേലൂയ ബൈബിൾ കൂട്ടിയിട്ട് കത്തിച്ച് അതേ ദിവസം തന്നെ കഴിഞ്ഞ വർഷം അത് ചെയ്തിട്ട് അതേ ദിവസം തന്നെയാണ് ഈ 2025 ഹല്ലേലൂയ അവിടെ ഭൂകമ്പം ഉണ്ടായി. ഇന്ന് അവിടെ മൊത്തം തരിപ്പണമായിരുന്നു. കാരണം അങ്ങനെയാണ് ദൈവം ഓർത്തു വെച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ ന്യായം വിധിക്കുന്ന ദൈവം നമ്മുടെ ദൈവം. അപ്പൊ നമ്മളെ ചെയ്യുന്ന അപ്പൊ ഡംഭം അഹങ്കാരം ഇത് രണ്ടും ഹല്ലേലൂയ ദൈവസന്നിധിയിൽ താഴ്ത്തപ്പെടണം. കഴിഞ്ഞ ദിവസം ഞാൻ ഇന്നലെ രാത്രി ബിജപാസ്റ്റർ സംസാരിച്ചപ്പോൾ പഞ്ചാബില് അഭിജിത് സിംഗ് ഹല്ലേലൂയ ആ ദേവദാസനെ ഹല്ലേലൂയ ജീവപര്യന്തം ശിക്ഷിച്ച ഒരു കാര്യം പറഞ്ഞപ്പോ ഞാൻ പെട്ടെന്ന് ഞാൻ ന്യൂസ് അറിഞ്ഞിരുന്നില്ല. ഇത് പറഞ്ഞപ്പോ എന്റെ മനുഷ്യന്റെ മുഖം ഓടിയത്. കാരണം ഞാൻ അദ്ദേഹത്തിന്റെ മിനിസ്ട്രി വാച്ച് ചെയ്യാറുണ്ട് അതിനിടയ്ക്ക്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്റെ ലൈവായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. പോളിയോ ബാധിച്ച് കാലൊക്കെ തളർന്ന് ഹല്ലേലൂയ മെലിഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന കാലമുള്ള ഒരു 10-21 വയസ്സിലുള്ള സ്ത്രീയൊക്കെ അവരൊക്കെ വീൽ ചെയറിൽ എഴുന്നിട്ട് ഓടുന്നത് ഇവരുടെ മിനിസ്ട്രിയിൽ ഹല്ലേലൂയ. അതുപോലെ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തനം നടക്കുന്ന അതുപോലെ ലക്ഷക്കണക്കിന് ആൾക്കാർ കൂടുന്ന ഒരു സഭയായിരുന്നു അല്ലെ. അപ്പൊ അവിടെ ഹല്ലേലൂയ അപ്പം വാസ്തു ഇങ്ങനെ പുള്ളി ഭയങ്കര സെക്യൂരിറ്റിയും ഭയങ്കര ആൾക്കാരൊക്കെ ആയിട്ട് ഞാൻ പറയാം ഞാൻ കണ്ടിട്ടുണ്ട് മിനിസ്റ്റർ ഞാൻ വാച്ച് ചെയ്തിട്ടുണ്ട് ഹല്ലേലൂയ. ഞാൻ പറയാം അതിന്റെ പിന്നിൽ ദൈവം ഇത്രത്തോളം ശക്തനായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ദൈവദാസനെ ഹല്ലേലൂയ ഇതിന്റെ പിന്നിൽ ഇത് കേസ് ചിലപ്പം ഹല്ലേലൂയ അത് ശരിയായ കേസ് ആയിരിക്കണം നിർബന്ധമില്ല. കാരണം ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നവരെ കൊടുക്കാൻ വേണ്ടി ശത്രു പല പദ്ധതികൾ ഉപയോഗിക്കും. പക്ഷേങ്കില് അതിനിടയിലും അദ്ദേഹം ജയിലിൽ കുറച്ചു നാൾ കിടക്കണമെന്നുള്ളത് ചിലപ്പം ജീവപര്യന്തം ദൈവം ഹല്ലേലൂയ കണ്ണുപൊട്ടനൊന്നും അല്ലല്ലോ. ജീവപര്യന്തം ശിക്ഷിക്കാൻ ഇടയായിട്ടുണ്ടെങ്കിൽ ചിലപ്പം അതിനകത്ത് കള്ളത്തരം കാണിച്ചാലും പുറത്തു കൊണ്ട ദൈവത്തിന് പറ്റും. അതുപോലെ ജയിലിൽ അദ്ദേഹം ആയിരിക്കണം ചിലപ്പോൾ ദൈവത്തിന്റെ തീരുമാനമൊക്കെ. ചിലപ്പോൾ അതിനകത്തും ആരെങ്കിലുമൊക്കെ രക്ഷിക്കപ്പെടാനുണ്ടെങ്കിലും അതിനകത്ത് ആരെങ്കിലും ദൈവത്തിന് കൊണ്ടുവരാനുണ്ടെങ്കിൽ അതായിരിക്കും ആ പദ്ധതിക്ക് പിന്നിലോ. പിന്നെയും ചിലപ്പോൾ നമ്മൾ ചിലയിടത്തൊക്കെ ഡെമ്പിച്ചു പോയിക്കണം, അഹങ്കരിച്ചു പോയിക്കണം. അപ്പൊ അതിനൊക്കെ ഒന്ന് താഴ്ത്താൻ വേണ്ടിയിട്ട് കിടക്കുന്ന ഒരു അവസരമാണെങ്കിലും ഈ വചനം വായിച്ചോണ്ട് എനിക്ക് ദൈവത്തെ പെട്ടെന്ന് തോന്നി. കാരണം ഞാൻ ഇന്ന് അത് ശേഷം ഞാൻ ആ ന്യൂസ് ഒന്ന് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഒരു മിലിറ്ററി ഓഫീസറുടെ ഭാര്യയാണ് പോയിട്ട് പറഞ്ഞ അവരെ 2018 റേപ്പ് ചെയ്യാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേസ് കൊടുത്തിരുന്നത്. ഞാൻ ചോദിക്കുന്ന അത്രയും ഒരു സെലിബ്രിറ്റി പോലെ നിന്നൊരു പാസ്റ്റർ ലക്ഷക്കണക്കിന് ആൾക്കാർ അവരുടെ അടുത്ത് വരുന്നു പ്രാർത്ഥിക്കുകയും ഹല്ലേലൂയ എല്ലാ സൗകര്യങ്ങളും അങ്ങനെ എന്തായാലും ഒരു മിലിറ്ററി ഓഫീസറുടെ ഭാര്യയെ കണ്ടുപോയിട്ട് അവരെ കാണാനായിട്ട് വലിയൊരു ഭംഗിയിലൊന്നുമില്ല. അവരെ കണ്ടിട്ട് പോയി റേപ്പ് ചെയ്യാൻ പോയെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഒരു കോമൺ സെൻസിൽ ആർക്കും അത് ശരിക്കും പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. കാരണം ഇതൊക്കെ ഫാബ്രിക്കേറ്റഡ് ആയിരിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ ഒരു കാര്യം നമുക്കറിയാം ആരെത്രയൊക്കെ കള്ളത്തരങ്ങൾ ചെയ്ത് ഞാൻ പറഞ്ഞ കണക്ക് നേരത്തെ പറഞ്ഞ ആഹാബും ഇസബേലും ആരും കാണാതെ നാബോത്തിന്റെ മുന്തിരിത്തോട്ടത്തെ ചീരത്തോട്ടമാക്കാൻ വേണ്ടി പദ്ധതി ഇട്ടപ്പോൾ മനുഷ്യരാരും കണ്ടില്ല. പക്ഷെ ദൈവം സർവശക്തനായ ദൈവം കണ്ടു മാറി. അപ്പൊ ഇതിന്റെ പിന്നിൽ ആര് പ്രവർത്തിച്ചാലും അത് ഒരു കള്ള കേസാണ് അല്ലെങ്കിൽ ഒരു കള്ളത്തരം ചെയ്ത് കർത്താവിന്റെ സുവിശേഷം ഒതുക്കാമെന്നാണ് ആരെങ്കിലും വിചാരിച്ചാൽ അത് ഒതുങ്ങത്തില്ല.
ഹല്ലേലൂയ. കാരണം ക്രിസ്തുവിന്റെ സുവിശേഷത്തെ അടച്ചു കളയാൻ ഈ ലോകത്തിൽ ഒരു ശക്തിക്കും സാധിക്കത്തില്ല. അതാണ് പരമമായ സത്യം. എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട്, നമ്മുടെ സെബാസ്റ്റ്യൻ ബ്രദർ, ബോംബെയുള്ള ബ്രദറൊക്കെ ഈ ദൈവദാസിന്റെ അവിടെ പോയി കാണാനായിട്ട് അവിടെ മിനിസ്ട്രി കൂടാൻ പറഞ്ഞിട്ട് പറഞ്ഞ് നമുക്കൊന്നും ചെന്നാൽ അങ്ങനെ എൻട്രി ഇല്ല. കാരണം അതുപോലെ ജനമാ. പോകുമ്പോൾ നേരത്തെ പോയി ക്യൂ ഒക്കെ നിന്നാൽ മാത്രമേ അകത്തൊന്ന് കടന്നു കൂടാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു അതിനകത്തേക്ക്. അതുപോലെ ജനങ്ങൾ അതുപോലെ ഇരച്ച് കയറുന്ന ഒരു മിനിസ്ട്രി ആയിരുന്നു അത്. അതുപോലെ ആയിരുന്നു അവിടെ വീര്യപ്രവർത്തനം നടന്നുകൊണ്ടിരുന്ന. ഹല്ലേലൂയ. അങ്ങനെയുള്ള ഒരാളെയൊക്കെ ഹല്ലേലൂയ എത്രത്തോളം ഹല്ലേലൂയ ഇതായിട്ടായിരിക്കും അകത്ത്. അപ്പൊ ഞാൻ പറയാം, ദൈവത്തിന് പക്ഷേ അവിടെ നമ്മുടെ ദൈവം പിന്നെ അത് വിടുവിക്കാൻ കഴിയാഞ്ഞിട്ടല്ല ഹല്ലേലൂയ ഇന്ന് അങ്ങനെ ഒരു വിധി പുറപ്പെട്ടെങ്കിൽ ദൈവത്തിന് അതിന്റെ പിന്നിൽ ഒരു പദ്ധതിയുണ്ട്, അല്ലേ? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. അദ്ദേഹത്തെ ദൈവം വിളിച്ചിട്ടില്ലാത്തൊരു മനുഷ്യനെ കൊണ്ട് ഇത്രത്തോളം ജനത്തെ നേടാൻ പറ്റുമെന്നും ഇത്രത്തോളം വലിയൊരു സഭ കൊണ്ടുപോകാൻ പറ്റുമെന്നോ അല്ലെങ്കിൽ ഇത്രത്തോളം ഹല്ലേലൂയ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തനം നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കില്ല. അവരുടെ അവിടെ വരുന്ന പ്രെയർ റിക്വസ്റ്റുകൾ തന്നെ ഞാൻ ഒരിക്കലും നമ്മുടെ ഗ്രൂപ്പിൽ പറഞ്ഞു തന്നു. പ്രെയർ റിക്വസ്റ്റുകൾ അവിടെ വന്നുകൊണ്ടിരിക്കും പ്രെയർ റിക്വസ്റ്റുകൾ അത് ഒരു എന്താ പറയാ ഒരു മല പോലെ ഇങ്ങനെ പേപ്പറിൽ അത് എഴുതിയിട്ട് വെച്ചിട്ട് അതുപോലെ വരും. എന്നിട്ട് അതിന് ചുറ്റും ആൾക്കാര് 24 hours അന്യഭാഷ പറഞ്ഞുകൊണ്ട് അവർ ചുറ്റും ഒരു ടീമുണ്ട്. അതിന് ചുറ്റും ഇങ്ങനെ നടന്ന് അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കുക അതിൽ വരുന്ന പ്രെയർ റിക്വസ്റ്റുകൾക്ക് വേണ്ടിയിട്ട്. ഹല്ലേലൂയ. അങ്ങനെ അത്രത്തോളം ഞാൻ പറയാം, അത്രത്തോളം ജനങ്ങൾക്ക് പ്രയോജനമുള്ള സ്ഥലം. പക്ഷെ ശത്രു അതിനെ തകർത്ത് കളയാൻ ശ്രമിച്ച ഏത് തന്ത്രമാണെങ്കിലും കുതന്ത്രമാണെങ്കിലും അത് നിലനിൽക്കത്തില്ലെന്ന് ഞാൻ പറയുന്നു. ഇന്നിപ്പം ഞാൻ ഇന്നിപ്പോ രാവിലെ എനിക്ക് ആ മുഖം ഇങ്ങനെ ഓർമ്മ വന്നു ഹലയിലെ. കാരണം അദ്ദേഹത്തിന്റെ അപ്പൊ എന്റെ മനസ്സിൽ ദൈവം തന്നൊരു ഇതാണ് ഞാൻ പറയാം. കാരണം ചില ആൾക്കാരെ കുറിച്ച് നമുക്ക് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു ഹലയിലെ ഇത് വരും, അത് ചെയ്തതാണോ അല്ലയാണോ എന്നുള്ള ഒരു ഫീല് വരും ഹല്ലേലൂയ. അപ്പൊ നമുക്ക് ഇവിടെ പറയുന്ന അതാണ്, അവൻ പ്രവർത്തികളെ തൂക്കുന്ന. ആര് ചെയ്യുന്ന പ്രവൃത്തിയും ദൈവം അത് തൂക്കി നോക്കും. നമ്മൾ ചെയ്യുന്ന ഓരോ ചെറിയ കാര്യങ്ങൾ വരാം, ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യം. ഞാൻ എപ്പോഴും പറയും, അവിടെ ചെല്ലുമ്പോഴായിരിക്കും വീഡിയോ പ്ലേ വരുമ്പോഴായിരിക്കും അയ്യോ ഇത് ഞാൻ എപ്പോ ചെയ്ത് അതപ്പോ ചെയ്ത് ഡേറ്റും ടൈമും വെച്ച് തന്നെ അത് അവിടെ കാണും. നമ്മൾ മനസ്സിൽ പറയുന്നത് പോലും ഹല്ലേലൂയ നമ്മുടെ ഹൃദയത്തിൽ വരുന്നത് പോലും ഹല്ലേലൂയ മറ്റുള്ളവർ ഇതെല്ലാം ദൈവം. അപ്പൊ നമ്മുടെ പ്രവൃത്തികൾ ദൈവസന്നിധി ഡംബത്തോടു കൂടി ആയിരിക്കലും അഹങ്കാരത്തോടു കൂടി ആയിരിക്കല് താഴ്മയും വിനയത്തോടും കൂടി ദൈവം ആഗ്രഹിക്കുന്ന എപ്പോഴും അങ്ങനെ തന്നെയാണ് ഹല്ലേലൂയ. അത് ആയിരിക്കണം എന്നിട്ട് അവിടെ അടുത്ത പറയുന്ന വീരന്മാരുടെ വില്ലൊടിഞ്ഞ് ഇടറിയോരോ ബലം തിരിക്ക് സമ്പന്നാഹാരത്തിന് കൂലിക്ക് നിൽക്ക് വിശന്നവർ വിശ്രമം പ്രാപിക്കുക ഇതൊക്കെ പറഞ്ഞു തന്നിട്ട് മച്ചിയായ സ്ത്രീ 7 പ്രസവിക്കുന്നു, പുത്രസമ്പത്തായ യഹോവ കൊല്ലുകയും ജീവിപ്പിക്കുകയും ചെയ്ത് പാതാളത്തിൽ ഇറക്കി ഉദ്ധരിക്കുക. അടുത്ത യഹോവ ദാരിദ്ര്യം ഐശ്വര്യം നൽകുന്നു, അവൻ താഴ്ത്തി ഉയർത്തുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. അപ്പം ദാരിദ്ര്യം വരുമ്പോ ആൾക്കാർ ഓരോ പിശാച് കൊണ്ടുവരുന്നതാന്ന് പറയും. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ എഴുതിയേക്കുന്നത് എന്താ? യഹോവ ദാരിദ്ര്യം ഐശ്വര്യവും നൽകുന്നു, അവൻ താഴ്ത്തുകയും ഉയർത്തുകയും ചെയ്യുന്നു. ഇന്ന് സമ്പന്നരായിരിക്കുന്ന ആരും ഹല്ലേലൂയ അഹങ്കരിക്കണ്ട, നിഗളിക്കണ്ട. കാരണം താഴ്ത്താനും ദൈവത്തിന് പറ്റും, ഉയർത്താനും ദൈവത്തിന് പറ്റും. ദാരിദ്ര്യത്തിൽ കിടക്കുന്ന ആൾക്കാരെ നോക്കി പുച്ഛത്തോടാരും സംസാരിക്കണ്ട. കാരണം ദരിദ്രരെ കുപ്പയെ ഉയർത്തുന്ന ദൈവം എന്നാ പറഞ്ഞത് നമ്മുടെ ദൈവത്തെ. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ പറഞ്ഞിട്ട് അവൻ ദരിദ്രനെ പൊടിയിൽ നിവർത്തുന്നു, അഗതിയെ കുപ്പയിൽ നിവർത്തുന്നു, പ്രഭുക്കന്മാരുടെ കൂടെ ഇരുത്തുവാനും മഹിമാസനം അവകാശമായി നൽകുവാനും തന്നെ ഭൂതരങ്ങൾ യഹോവയ്ക്കുള്ള ഭൂമണ്ഡലത്തെ അവയുടെ മേൽ വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പം താഴെ കിടക്കുന്നവരെയൊക്കെ ഉയർത്തിക്കൊണ്ടുവരാൻ ദൈവത്തിന് വലിയ സമയമൊന്നും വേണ്ട. ഹല്ലേലൂയ. അതിന്റെ തന്നെ അടുത്ത 9ാമത്തെ വാക്യാണ് ഇമ്പോർട്ടന്റ്. അവൻ തന്റെ വിശുദ്ധന്മാരുടെ കാലുകളെ അവൻ കാക്കുന്നു, ദുഷ്ടന്മാർ അന്ധകാരത്ത് മിണ്ടാതെ സ്വശക്തികൾ ഒരുത്തനും ജയിക്കില്ല. അപ്പൊ തന്റെ വിശുദ്ധന്മാരുടെ കാലുകളെ ഹല്ലേലൂയ. ആരുടെ കാലുകളെ എന്ന് വെച്ചാൽ തന്റെ വിശുദ്ധന്മാരുടെ കാലുകളെ അവൻ കാക്കുന്നു. ഹല്ലേലൂയ. എന്നിട്ട് ചില ആൾക്കാർ ഞാൻ എന്റെ സ്വന്തം ശക്തി കൊണ്ട് എന്റെ സ്വന്തം കഴിവ് കൊണ്ട് ഞാൻ ഇത്രയൊക്കെ നേടി. എന്റെ ബ്രദർ എപ്പോഴും പറയും, എനിക്ക് ആരും കുടുംബത്തെ സമ്പാദിച്ചു തന്നില്ല, ഞാൻ എന്റെ സ്വന്തം ശക്തിയാലാണ് ഇതൊക്കെ നേടിയത്. ഭയങ്കര അഹങ്കാരം പറയാറുണ്ട്. പക്ഷേ ഇവിടെ ദൈവത്തിന്റെ വചനം കൃത്യമായിട്ട് പറയുന്നുണ്ട്, സ്വശക്തിയാൽ ഒരുത്തരും ജയിക്കുകയില്ല.
അപ്പൊ എന്തെങ്കിലും ഒരു നേട്ടം നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നെങ്കിൽ ഹല്ലേലൂയ, ആമേൻ, അതിന്റെ പിന്നിൽ ദൈവത്തിന് ഞാൻ ചോദിക്കാം, ഞാനത് പറഞ്ഞു കേൾക്കുമ്പോൾ ഞാൻ ചോദിക്കും, ഈ സ്വന്തം ശരീരം, ആരോഗ്യമുള്ള ശരീരം തന്നത് ആരാ? ഓ, ഞാനന്ന് ജിമ്മിൽ പോയി, ഞാനൊന്ന് പല്ല് മസിലൊക്കെ വീർപ്പിച്ച് പിടിച്ചോണ്ട് നടക്കുന്നതുകൊണ്ടാണ് എന്റെ ശരീരത്തിൽ ആരോഗ്യം എന്ന് പല ചിന്തിക്കുന്ന അങ്ങനെയൊക്കെയാണ്. പക്ഷെ അല്ല, ആരോഗ്യമുള്ള ശരീരം തന്ന ദൈവമാ. 2 കാലും 2 കൈയും 2 കണ്ണും 2 എന്താ ചെവിയും മൂക്കും നാക്കും ഒക്കെ തന്ന് ഇങ്ങനെ നിൽക്കത്തക്ക രീതിയിൽ ആരോഗ്യമുള്ള ശരീരം തന്ന് തലയ്ക്ക് ബുദ്ധിയുള്ള ഒരു ബ്രെയിനെ തന്നത്, അവയവങ്ങളൊക്കെ ഇന്റേണൽ ഓർഗൻസ് ഒക്കെ പ്രോപ്പർലി വർക്ക് ചെയ്യുന്നത്, ഇതൊക്കെ ദൈവമാണ് തന്നേക്കുന്നത്. ഇതൊക്കെ ഇല്ലാതെ എത്രയോ ആൾക്കാർ ഹല്ലേലൂയ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. ഹല്ലേലൂയ, അവിടെ എല്ലാം ദൈവം അതൊക്കെ തന്നപ്പം അതിലൊക്കെ നമ്മൾ സന്തോഷിക്കുകയും ദൈവത്തിന് മഹത്വം കൊടുക്കേണ്ട സ്ഥലത്തൊക്കെ ദമ്പിച്ച് അഹങ്കരിച്ചാൽ ദൈവത്തിന് അത് ഇഷ്ടമല്ല. ഹല്ലേലൂയ, അവിടുത്തെ പറയുന്നത് തന്റെ യഹോവയുടെ എതിർക്കുന്നവൻ തകർന്നു പോകുന്നു, അവൻ ആകാശത്ത് അവരുടെ മേൽ ഇടിവെട്ടിക്കുന്നു, വാസികളെ വിധിക്കുന്നത്, അതിന് രാജാവിന് ശക്തി കൊടുക്കും, തന്റെ അഭിഷിക്തന്റെ കൊമ്പ് ഉയർത്തും. ഹല്ലേലൂയ, എവിടെയും ദൈവത്തിന്റെ അഭിഷിക്തന്റെ കൊമ്പ് ദൈവം ഉയർത്തും. ഹല്ലേലൂയ, ദൈവത്തിന്റെ അഭിഷിക്തനാണെങ്കിൽ കാരാഗ്രഹത്തിൽ പോയി കടന്നാലും കൊമ്പ് ഉയർന്നു തന്നെ ഇരിക്കും. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, വേറെ എവിടെ കൊണ്ടിട്ടാലും ആമേൻ. എന്താ പറയാ, നമുക്ക് ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ഹല്ലേലൂയ യോഹന്നാനെ പത്മോസിൽ കൊണ്ടിട്ടു. പത്മോസ് ദ്വീപിനെ കുറിച്ച് നമുക്ക് ഇരുട്ടിന്റെ ദ്വീപ്, ഹല്ലേലൂയ, വിഷപ്പാമ്പുകളുടെ ദ്വീപ്, ഹല്ലേലൂയ, കഴുകൻ വട്ടമിട്ട് പറക്കുന്ന, ഹല്ലേലൂയ, ഹല്ലേലൂയ, അവിടെ ചെന്നിട്ട് ഒരു മനുഷ്യനും ജീവനോട് പുറത്തു വരാതിരിക്കുന്ന ഇരുട്ടിന്റെ ദ്വീപിലേക്ക് അഭിഷിക്തനെ കൊണ്ടുവന്നിട്ടപ്പോൾ ഹല്ലേലൂയ, ആ ദ്വീപിനുള്ളിൽ ഹല്ലേലൂയ സ്വർഗം, അതിന്റെ മീതെ സ്വർഗം തുറക്കാനിടയായി. ഹല്ലേലൂയ, അപ്പൊ അഭിഷിക്തന്റെ കൊമ്പ് ഉയർന്നിരിക്കും. ദൈവം, മോനെ വാ, കേറി വാ, നിനക്ക് ഇനി വരാനിരിക്കുന്നതിനെ കുറിച്ചിട്ട് ഞാൻ നിനക്ക് പറഞ്ഞുതരാം. ഹല്ലേലൂയ, ഒരു ദേവദാസ് ഒരിക്കൽ പ്രസംഗിച്ചപ്പോൾ ഇങ്ങനെ പറയുന്നത്, യോഹന്നാൻ ഒരിക്കൽ യേശുവിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, ഗുരു നീ എവിടെയാ താമസിക്കുന്നത്? വന്ന് കാണുമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ, വന്ന് ജീവിച്ചിരിക്കുമ്പോഴും ഹല്ലേലൂയ, മരിച്ചതിന് ശേഷവും മരിക്കുമ്പോഴും മരിച്ചതിന് ശേഷവും ഹല്ലേലൂയ, ഇനിയിപ്പോ വരാനുള്ളതും കൂടെ കൊണ്ട് കാണിച്ചു കൊടുത്തേക്കും. മനസ്സിലായില്ലേ? വന്ന് കാണുന്ന ഒരു വാക്കിനകത്ത് ഹല്ലേലൂയ സാഗരം. അപ്പൊ ദൈവത്തിന്റെ വാക്കുകളൊക്കെ അങ്ങനെയാണ്. ഹല്ലേലൂയ, ഇവിടെ നമ്മള് ഈ ഭാഗം വായിച്ചെങ്കിലും ഇവിടെ നമുക്കറിയാം, ശമൂവേലിനെ കൊടുത്തതിന് ശേഷം ഹന്ന അവിടെ ശമൂവേലിനെ ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നത് ഭാഗമാണ്. അപ്പൊ ശമൂവേലിനെ കുറിച്ച് നമ്മൾ ശരിക്കും പറഞ്ഞാൽ, ഞാൻ ഇന്നലെ 10 അധ്യായം വരാത്തിരുന്ന് വായിച്ച് ഹല്ലേലൂയ, ഞാൻ അവിടെയൊക്കെ ഇങ്ങനെ പറഞ്ഞു, പക്ഷെ എല്ലാം എനിക്ക് പറയുന്നത് പറ്റത്തില്ല. ഹല്ലേലൂയ, അതുകൊണ്ട് നമുക്ക് 1-2 കാര്യങ്ങൾ മാത്രം ശമൂവേലിനെ കുറിച്ച് പറഞ്ഞിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സമയം ഇപ്പൊ തന്നെ മുന്നോട്ട് പോയി. ഹല്ലേലൂയ, ഇവിടെ പറഞ്ഞ ഏലിയുടെ പുത്രന്മാരെ കുറിച്ച് നമുക്കറിയാം, നീചന്മാരും ദുഷ്ടന്മാരുമായിരുന്നു. ഹല്ലേലൂയ, ഏലിയുടെ പുത്രന്മാരെ കുറിച്ച് നമ്മൾ അറിയാം. ഇന്നത്തെ ശുശ്രൂഷ പലരും ഏലിയുടെ പുത്രന്മാരാണ്. കാരണം അവർക്ക് എന്താണെന്ന് വെച്ചാൽ ഇവിടെ പറയുന്നത്, ഒന്ന് വായിക്കും സിസ്റ്റർ, 12 തുടങ്ങിയിട്ട് അവിടെ നമ്മൾ പറയുന്ന, അവിടെ 11-ാം അധ്യായത്തെ അവസാനം പറയുന്നു, 15 എന്നാൽ അവസാനം ഏലിയുടെ പറയുന്നത്, പുത്രന്മാർ നീചന്മാരും യഹോവയെ ഓർക്കാത്തവരുമായിരുന്നു. ആ ഈ പുരോഹിതന്മാർ ജനത്തോട് ആചരിച്ച വിധം എങ്ങനെയെന്നാൽ, വല്ലവരും ഒരു യാഗം കഴിക്കുമ്പോൾ മാംസം വേവിക്കുന്ന സമയത്ത് പുരോഹിതന്റെ ബാല്യക്കാരൻ കയ്യിൽ മുപ്പല്ലിയുമായി വന്ന് കലത്തിലോ ഉരുളിയിലോ കുട്ടകത്തിലോ ചട്ടിയിലോ കുത്തും. മുപ്പല്ലിയിൽ പിടിച്ചതൊക്കെയും പുരോഹിതൻ എടുത്തുകൊള്ളും. ശീലോവിൽ വരുന്ന എല്ലാ ഇസ്രയേലരോടും അവർ അങ്ങനെ ചെയ്യും. മേധസ് ദഹിപ്പിക്കും മുമ്പേ പുരോഹിതന്റെ ബാല്യക്കാരൻ വന്ന് യാഗം കഴിക്കുന്നവനോട്, പുരോഹിതന് വറപ്പാൻ മാംസം തരിക, പച്ചമാംസമല്ലാതെ വേവിച്ചത് അവൻ വാങ്ങുകയില്ല എന്ന് പറയും. മേധസ് ദഹിപ്പിച്ചു കഴിയട്ടെ, അതിന്റെ ശേഷം നീ ആഗ്രഹിക്കുന്നിടത്തോളം എടുത്തുകൊള്ളുക എന്ന് അവനോട് പറഞ്ഞാൽ, അവനോട് അല്ല, ഇപ്പോൾ തന്നെ തരണം, അല്ലെങ്കിൽ ഞാൻ ബലാത്കാരനെ എടുക്കും എന്ന് പറയും. ഇങ്ങനെയായി യൗവനക്കാർ യഹോവയുടെ വഴിപാട് നിന്ദിച്ചതുകൊണ്ട് അവരുടെ പാപം യഹോവയുടെ സന്നിധിയിൽ ഏറ്റവും വലിയതായിരുന്നു. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. അവിടെ 15 അവസാനം പറയുന്നത്, ബാലൻ പുരോഹിതനായ ഏലിയുടെ മുമ്പിൽ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്തു. അപ്പൊ ശമൂവേലിനെ കുറിച്ച് യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്ന ഒരു ബാലൻ. ഹല്ലേലൂയ, ഇവിടെ 2 പേരെ കുറിച്ച് പറയുന്ന, അവിടെ മാംസം വേവിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേന് എന്താ ചെയ്യുന്നത് വെച്ചാൽ, ദൈവത്തിന് യാഗം കഴിച്ചത് പൂർത്തിയാക്കുന്നതിന് മുമ്പ്, അല്ലെ ദൈവത്തിന് വേണ്ടിയിട്ട് കൊടുക്കുന്നതിൽ നിന്ന് മുപ്പലയിട്ട് കുത്തി നല്ലത് നോക്കി എല്ലാം എടുത്ത് അവര് കൊണ്ടുപോയി ഭക്ഷിക്കുന്നത്. അപ്പൊ ദൈവത്തിന്, അപ്പം അവിടെ പറയുന്ന അടുത്ത യാഗം കഴിക്കാൻ വരുമ്പോ അത് മേധസ് വേവിക്കാനും ചുടാനും ഒന്നും സമ്മതിക്കാതെ, അതിനെക്കാട്ടി മുമ്പേ ഞങ്ങൾക്ക് പച്ചമാംസം തന്നെ വേണമെന്ന് പറഞ്ഞ് എന്ന് വെച്ചാൽ ദൈവത്തെക്കാട്ടി മുമ്പേ ദൈവത്തിന് കൊടുക്കുന്നതിൽ നിന്ന് ദൈവത്തിന് ആവശ്യങ്ങൾക്ക് എടുക്കുന്നതിനെക്കാട്ടി മുമ്പേ സ്വന്തം ആവശ്യങ്ങൾക്കായിട്ട് നല്ലതെല്ലാം
സ്വന്തം ആവശ്യത്തിനകത്ത് എടുക്കുന്ന ഹാലിലെ 2 പേര്, ഹാലിലെ എലിയുടെ എലി പുരോഹിതൻ 2 മക്കൾ, ഹാലെ ഇന്ന് ഹാലിലെ ദൈവരാജ്യത്തിന് വേണ്ടി അനേകർ വിതയ്ക്കാറുണ്ട്. ഹാലയിലെ പണ്ട് ഞാനിങ്ങനെ പല ദേവദാസന്മാർക്കും വരുമ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വരുമ്പോഴത്തേന് ഞാൻ പൈസ ഉള്ള നന്നായിട്ട് കൊടുക്കുമായിരുന്നല്ലോ. അപ്പൊ എന്നോട് പലരും ചോദിക്കും, സിസ്റ്ററെ എന്തിനാ അത് കൊടുക്കുന്നത്, അങ്ങനെ ആ മനുഷ്യൻ അങ്ങനെയാ, ആ മനുഷ്യൻ ഇങ്ങനെയാ. ഞാൻ പറയും, ഹാലലിയ, ഞാൻ കൊടുക്കുന്നത് ആ മനുഷ്യനല്ല, ഞാൻ കൊടുത്തത് ദൈവത്തിന്റെ. ഒരിക്കലും ഒരു ദേവദാസം വന്നിട്ട് ഇങ്ങനെ ട്രിവാൻഡ്രത്ത് ഇങ്ങനെ ഒരു ചർച്ച് പോലെ സ്ഥലമുണ്ട്, ഇപ്പൊ ഒരു ഷെഡെങ്കിലും കെട്ടണം, പൈസ ആരും വന്നിട്ടൊന്നും തന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ പെട്ടെന്ന് നല്ലൊരു എമൗണ്ട് പുള്ളിയുടെ കയ്യിലേക്ക് എടുത്ത് കൊടുത്തു. അപ്പൊ അത് കണ്ടുകൊണ്ട് ഒരാൾ എൻ്റെ അടുത്ത്, ആ പുള്ളിക്കാരൻ അത്ര ആളെന്നല്ല, എന്തിനാ കൊടുത്ത അങ്ങനെയെന്ന്. ഞാൻ പറഞ്ഞു, ഒരാൾ പറഞ്ഞു ദൈവത്തിന് വേണ്ടിയിട്ട് ഒരു ആലയത്തിന്റെ പണി തുടങ്ങണമെന്ന് പറയുമ്പം ഹാലലിയ നമ്മൾ ഞാൻ കൊടുത്തത് അതിനു വേണ്ടിയാ കൊടുത്തത്. ഇനി പുള്ളി കൊണ്ടുവന്ന് അതുകൊണ്ട് എന്ത് ചെയ്യുന്നു എന്ന് എന്റെ ഞാൻ അന്വേഷിക്കേണ്ട കാര്യമില്ല. കാരണം വെച്ചാ ഞാൻ കൊടുത്ത ദൈവത്തിന് വേണ്ടി. ഇനി പുള്ളി ചെലവാക്കുന്ന വേറെ എന്തെങ്കിലും ആവശ്യം ചെലവാക്കി കഴിഞ്ഞാൽ പുള്ളിയും ദൈവം തമ്മിൽ തീർക്കും. അങ്ങനെയല്ലേ സാറാമദോസ്റ്റർ? ഇപ്പം ദൈവത്തിന്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരാൾക്ക് എന്തെങ്കിലും, അല്ലെങ്കിൽ ദൈവ സ്നേഹത്തിൽ എന്തെങ്കിലും കൊടുക്കുന്നു, ഹാലലി ആമീൻ. അത് കൊടുത്തു കഴിഞ്ഞാൽ അവരതെങ്ങനെ സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളത് ഹാലെ നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമില്ല. ഹാലലുയ. കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു പാസ്റ്റർ കാര്യം പറഞ്ഞു, അവിടെ വരുന്ന പാവപ്പെട്ട അവരൊക്കെ കൊണ്ടുവിടാം. പക്ഷേ ആ അവർ ചിലപ്പം ഹാലയിലെ ഭക്ഷണം ചിലപ്പോൾ ഒരു നേരത്തെ മീൻ ഒഴിവാക്കിയിട്ട്, ഒരു നേരത്തെ മാംസം ഒഴിവാക്കിയിട്ട്, ഒരു നേരത്തെ പാൽ ഒഴിവാക്കിയിട്ടൊക്കെ ആയിരിക്കും ദേവദാസന്മാർക്ക് ചിലപ്പോൾ പൈസ കൊടുക്കുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ ഫ്രിഡ്ജ് നമ്മൾ തുറച്ചന്ന്, അവരുടെ വീട്ടിലെ ഫ്രിഡ്ജ് വലിയ ഫ്രിഡ്ജ് ആയിരിക്കും. അത് തുറന്നു കഴിഞ്ഞാൽ അതിനകത്ത് അട്ടയിട്ട് കിടക്കുക മീനും മറ്റതും മറിച്ചതും എല്ലാം കൊണ്ടുവച്ചേക്കുന്നത് ഹാലയ. അവരുടെ പിള്ളേർക്ക് മറ്റുള്ളവർ ഉപദേശിക്കും, പക്ഷെ അവരുടെ പിള്ളേർക്ക് ഏറ്റവും കൂടിയ ഐഫോണും മറ്റതും മറിച്ചതും എല്ലാം വാങ്ങി കൊടുക്കുന്നത്. ഇങ്ങനെയൊക്കെയാണ് എനിക്ക് പറയുന്നത്. അപ്പൊ അത് ഹാലല്ലേ ഞാൻ പറഞ്ഞു, അതിനകത്ത് നമ്മൾ ബോധരേണ്ട കാര്യമില്ല. കാരണം കണക്ക് വെക്കുന്ന ആള് ദൈവമാണ്. ഇവിടെ ഏലിയുടെ മക്കൾ കാണിച്ചത് കണക്ക് വെച്ചൊരു ദൈവം. എന്നുവെച്ചാൽ ദൈവത്തിന് ചെയ്യേണ്ടത്. പണ്ട് ഞാൻ പറയാം, ദൈവം എന്നോട് ഒരിക്കൽ സംസാരിച്ച് പറഞ്ഞാണ് പല ദൈവദാസന്മാരെ ഇന്ന് സെലിബ്രിറ്റികളായിട്ട് നമ്മുടെ കേരളത്തിലുള്ള പലരെയും മുഖം എന്നെ ഒന്ന് കാണിച്ചു തന്നു. അന്നേരം ദൈവം എന്നോട് പറഞ്ഞു, ദൈവത്തിന്റെ വേലയ്ക്കായിട്ട് അവരെ വിളിച്ച് വേർതിരിച്ച് ദൈവം അവർക്ക് കൊടുത്ത കൃപാവരങ്ങൾ ശുശ്രൂഷകളിലൂടെ അവര് സമ്പാദിക്കാൻ തുടങ്ങിയപ്പോ ദൈവത്തിന്റെ വേല അവർ മറന്നുപോയി. അന്ന് ദൈവം പറയാം, അവരുടെ വീട് വലുതായി, കാറ് വലുതായി, ചർച്ച് വലുതായി, ഡ്രസ്സായി, എങ്ങനെയാണ് എസ്കോർട്ടായി, പൈലറ്റായി എന്ന് പറയുന്ന കണക്ക് ഡ്രസ് കോഡ് മാറി, ഇതൊക്കെ മാറി. പക്ഷേ ദൈവത്തിന്റെ വേല എവിടെ? ഹാലേലിയ. അവര് ഞങ്ങൾ ദൈവവേലയല്ലേ വലിയ ചർച്ചയൊക്കെ പണിഞ്ഞു കൂട്ടുന്നത് എന്നൊക്കെ ചെയ്ത് ദൈവം പറയാം, അത് ദൈവവേലയല്ല, സ്വന്തമായിട്ടുള്ള ഹാലേലിയ. അതൊരു എന്താ പറയാ, മാനുഷിക വേലയാണ്. മനസ്സിലായല്ലേ? കാരണം എന്താ വെച്ചാൽ ദൈവത്തിന്റെ വേല എന്നാ ദൈവം എന്നോട് പറഞ്ഞു. വിശക്കുന്നത് ഭക്ഷിക്കാൻ കൊടുക്കുക, ദാഹിക്കുന്നത് കുടിക്കാൻ, നഗ്നനെ കണ്ട് ഉടുപ്പിക്കണം, രോഗിയെ സന്ദർശിക്കണം. നമ്മുടെ സഭയിൽ ഞാൻ വലിയ കെട്ടിടമൊക്കെ പണിഞ്ഞു, വലിയ ചർച്ച നടത്തുക. പക്ഷെ എന്റെ സഭയിൽ ഒരു സഹോദരി ഹാലില്ല ഉപജീവനത്തിന് മാർഗമില്ലാതിരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ അവളെ സഹായിക്കാൻ മനസ്സ് കാണിച്ചില്ലെങ്കിൽ അത് ദൈവവേല. ഈ വലിയ ചർച്ച പണിഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. മനസ്സിലായി? അവിടെ ഒരു കുഞ്ഞ് കെട്ടിക്കാൻ വിവാഹപ്രായം വിവാഹം കഴിപ്പിക്കാൻ കഴിയാതിരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങളെ വലിയ ആഡംബരമായി കെട്ടിക്കുമ്പോൾ അതിനെ ഒന്ന് സഹായിക്കാൻ കഴിയില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ദൈവവേലയല്ല. ഞാൻ പറയാം, ദൈവവേല ചെയ്യുന്നവരുടെ കാര്യം പറഞ്ഞു. ഇതെല്ലാം ദൈവം അങ്ങനെ വ്യക്തമായിട്ട് അവർ ഡ്രസ്സ് ഇല്ലാത്ത ആൾക്കാരുണ്ട്, ഇതൊക്കെ പറഞ്ഞു തന്നു അവിടേക്ക്. ഇവിടെ അന്ന് ഏലി പുരോഹിതന്റെ മക്കൾ ചെയ്ത് തന്നെ ഇന്ന് ഏറ്റവും നല്ലതെല്ലാം സ്വന്തം ആവശ്യങ്ങൾക്കായി മാറ്റിയിട്ട് ദൈവത്തിനെക്കാട്ടി കൂടുതൽ ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം ഇന്ന് പലരും സ്വന്തം ആവശ്യങ്ങൾക്കായി മാറ്റുന്നു. ഓരോരുത്തരെയും നോക്കി നമ്മൾ കൃത്യമായി വിവേചിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഹാലേലിയ അവിടെയൊക്കെ നടക്കുന്ന കാര്യങ്ങൾ അങ്ങനെ. അപ്പൊ ഇത് ദൈവത്തിന് വെറുപ്പ. ഇതിന്റെ ഫലം എന്തായിരുന്നു? സ്വന്തം മക്കളാണെങ്കിലും മറ്റുള്ളവരാണെങ്കിലും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന്റെ ഫലം എന്തായിരുന്നു? അതിനെ ശാസിച്ച് അമർത്തായിക്കുക. ദൈവം പറയുന്നത് എങ്ങനെയാണ്? നിന്റെ മക്കളെ നീ ശാസിച്ചമർത്തായിക്കുക. അപ്പൊ നമ്മുടെ സഭയിൽ തന്നെ ആകട്ടെ, നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ആകട്ടെ, നമ്മുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ഒരാളായിട്ട് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് ശാസിച്ച് അമർത്തേണ്ട ഉത്തരവാദിത്വം കൂടെ ദൈവത്തിന്റെ ദാസന്മാർക്കുണ്ട്, ദൈവത്തിന്റെ വേലയ്ക്ക് വേർതിരിച്ചവർക്കുണ്ട്. അവരത് ചെയ്യാൻ പാടില്ല, അവരുടെ മക്കൾ അത് ചെയ്യാൻ പാടില്ല. അവരുടെ കൂട്ടത്തിൽ ഇരിക്കുന്ന ഒരു വ്യക്തി അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കാശൊക്കെ കിട്ടോ ദൂർത്തടിച്ച് ചിലവാക്കി കളയുന്ന കണ്ടു കഴിഞ്ഞാൽ പറയണം. എന്താ പറയണ്ടേ? ഇത് ദൈവം തന്നതാണ്. ഇത് ദൈവത്തിന് കൊടുക്കാനുള്ളതാണ്. ദൈവത്തിന് മുൻഗണന കൊടുക്കുക. അപ്പൊ ദൈവത്തിന്റെ കാര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കാതെ
നമുക്ക് എന്ത് കിട്ടിയാലും നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റുന്ന പലരും നമ്മൾ 10% കൊടുക്കണമെന്ന് നിയമം നമ്മൾ കൊണ്ടെന്ന് പറയും. അല്ല 10% അല്ല, ഞാൻ പറയും പുതിയ നിയമത്തിൽ ഓഹരി കൊടുക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത്, സർവ്വത്തിലും ഓഹരി. അപ്പൊ അതിനെക്കാട്ടി കൂടുതലൊക്കെ നമുക്ക് എത്ര പൂർണ്ണ ഹൃദയത്തോട് തന്നെ കൊടുക്കണമെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതെ, അപ്പൊ എത്ര കൊടുത്താലും ദൈവം കടക്കാരനല്ല. ഹല്ലേലൂയ. നമ്മൾ ചെയ്തേക്കുന്നത്, ഞാൻ ഇന്നലെ ഇങ്ങനെ രാത്രി ഇങ്ങനെ ദൈവത്തോട് ഇങ്ങനെ ഓർത്ത്, ഹല്ലേലൂയ കർത്താവേ, എത്രയോ നാളുകളായിട്ട് ദൈവം എനിക്ക് എന്റെ കാര്യങ്ങൾ ദൈവം പോറ്റി പുലർത്തുന്ന പോലെ. ഹല്ലേലൂയ. കാരണം ഞാൻ അന്നേരം എന്റെ മനസ്സിലിങ്ങനെ വന്നൊരു കാര്യം ഞാൻ പറയാം. ഹല്ലേലൂയ. ഞാനിങ്ങനെ ആദ്യം വിശ്വാസം സമയത്ത് ഇങ്ങനെ ഫുൾ ഫാസ്റ്റ് ആയിരിക്കും, മിക്കവാറും ഫാസ്റ്റിംഗ് ആയിരിക്കും. 40 days ഫാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ദൈവദാസന്മാർക്ക് വെച്ചു വിളമ്പിട്ടുണ്ടെന്നൊക്കെ. ഇവിടുന്ന് വരുന്നവർക്കൊക്കെ നമ്മൾ ഫാസ്റ്റിങ്ങിലാണെങ്കിലും ഹല്ലേലൂയ, നമ്മുടെ വീട്ടിൽ വരുന്നവർക്കൊക്കെ ഒരുപാട് പേർക്ക് ഹല്ലേലൂയ ഞാൻ ആ ഫുൾ ഫാസ്റ്റ് തന്നുണ്ട്. ഹല്ലേലൂയ. അപ്പൊ ഇതൊക്കെ എന്നെ ദൈവം ഇങ്ങനെ ഒന്ന് ഓർമ്മിപ്പിച്ചു. അല്ല, അതുപോലെ അന്നൊക്കെ ഉള്ളപ്പോ ഇഷ്ടം പോലെ നമ്മൾ കൊടുത്തിട്ടുണ്ട്, ഒരു പിശക്കും പിടിച്ചിട്ടില്ല. അല്ല, ഒരാളൊരു ആവശ്യം വന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹല്ലേലൂയ നമ്മൾ 25,000 ദിറംസ് ഒക്കെ എടുത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഹല്ലേലൂയ. കാരണം വെച്ച് കഴിഞ്ഞാൽ 1 രൂപയല്ല, ദിറംസ് 25,000 ദിറംസ് ഒക്കെ കൊടുത്തോണ്ട് വിളിച്ചു പറയല്ല, അങ്ങനെ പറയല, അങ്ങനെ വരെ ഞാൻ കൊടുത്തിട്ടുണ്ട്. കൊടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നോട് അങ്ങനെ കൊടുക്കാനായിട്ട് സാഹചര്യം നമ്മൾ കൊടുക്കണം. അവിടെ എമൗണ്ടിന്റെ വലിപ്പം എന്ന് പറയാം. പക്ഷെ അതുകൊണ്ട് ദൈവം കൃപയാൽ ഹല്ലേലൂയ എന്റെ ആവശ്യങ്ങൾ ഹല്ലേലൂയ ദൈവത്തിന്റെ കരം ഇന്ന് വരെ കുറുകി പോയിട്ടില്ല. ഹല്ലേലൂയ. കാരണം ദൈവം ഓർത്ത് വെച്ച് നമുക്ക്, അപ്പൊ നമ്മൾ വല്ലതും ചെയ്തെന്നല്ല ഞാൻ പറയാം, പക്ഷെ നമ്മൾ ചെയ്യുന്ന ഓരോ കുഞ്ഞു കാര്യങ്ങൾ പോലും ദൈവത്തിന്റെ കണക്കിൽ ഉണ്ട്. ഹല്ലേലൂയ. സരമ സിസ്റ്റർ ഭയങ്കര പ്രതിഫലം ഇതൊക്കെ ശരിക്കും പറയാം. നമ്മൾ ഓരോ കാര്യങ്ങൾ ഒരാളുടെ ഹല്ലേലൂയ ബുദ്ധിമുട്ട് അറിഞ്ഞ് നമ്മൾ ചെയ്യുമ്പോൾ ഇവിടെ ദൈവത്തിന്റെ ദാസൻ അവിടെ ദൈവത്തിന് കൊടുക്കണം. നമ്മൾ ഒരാൾക്ക് ദൈവം കൊടുക്കുന്ന, നിങ്ങൾ എന്റെ അഭിഷിക്തൻ അല്ലെങ്കിൽ എന്റെ ഒരു മകൻ മകൾക്ക് നിങ്ങൾ കൊടുക്കുക, എനിക്കാ വായ്പ തന്നെ, അങ്ങനെ ഞാൻ പറഞ്ഞു. ദൈവത്തിന് വായ്പ കൊടുക്കും നമ്മൾ. നമ്മള് സരമസിസ്റ്റർ ചിലപ്പോ എനിക്കോ മറ്റൊരാൾക്കോ കൊടുക്കുമ്പം ദൈവം പറയുന്നത് അത് അവർക്കല്ല കൊടുത്തത്, എനിക്കാ കൊടുത്തത്. ഹല്ലേലൂയ. അതിന്റെ പ്രതിഫലം വരാൻ ഞാൻ പലപ്പോഴും അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. കാരണം നമ്മൾ കൊടുക്കുന്നത്, നമ്മളെ ദൈവം ഇടപെടുമ്പോൾ നമ്മൾ കൊടുക്കുന്നത് ഒരു ദൈവ പൈതലിനായിരിക്കും, അല്ലെങ്കിൽ ദൈവദാസനായിരിക്കും. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞ അന്ന് അനിൽനാരായണ പാസ്റ്ററുടെ ശുശ്രൂഷ അത് എനിക്കൊരു കവർ കൊണ്ടു. അപ്പൊ ദൈവം എന്നോട് വാങ്ങണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പാസ്റ്റർ എനിക്ക് പൈസ വേണ്ട. ഹല്ലേലൂയ. അപ്പൊ പാസ്റ്റർ അയ്യോ സിസ്റ്റർ എന്തെങ്കിലും, ഞാൻ പറയില്ല, ഞാനിവിടെ എത്ര നാളിവിടെ ഉണ്ടോ അത്ര നാളും ഞാൻ വന്ന് ശുശ്രൂഷിക്കും, പക്ഷേ എനിക്ക് പൈസ വേണ്ടെന്ന്. പക്ഷെ അത് പറഞ്ഞ് ഞാനിവിടെ പോകുന്ന കഴിയുമ്പോഴത്തേക്ക് ഇവിടെ എത്തിയപ്പോഴത്തേന് എന്റെ അക്കൗണ്ടിൽ ചിലപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച അവിടെ പറയുകയും ചെയ്തു. ഞാൻ പറഞ്ഞു അന്ന് ചിലപ്പോൾ പാസ്റ്റ് തന്നപ്പോൾ ഒരു 1000 2000 മാക്സിമം 5000 രൂപയായിരിക്കും. ഞാനിവിടെ വന്നപ്പോൾ എന്റെ അക്കൗണ്ടിലേക്ക് ദൈവം എനിക്ക് ഒരു സഹോദരി, നമ്മുടെ ദുബായിലൊരു സഹോദരി എനിക്ക് 1000 ദിറംസ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എത്രയാ 23,500 രൂപ എന്റെ അക്കൗണ്ടിൽ വന്ന്. അവിടെ ഞാൻ വേണ്ടെന്ന് പറഞ്ഞ എന്താ? ദൈവം ഇതാണ് ദൈവത്തിന്റെ ഹല്ലേലൂയ. എനിക്ക് 2-3 മാസമായിരുന്നുണ്ട് സംഭവിച്ചത്. ഇതുപോലെ ദൈവം ഇപ്പൊ ദൈവത്തെ ഞാൻ പറഞ്ഞു വന്നത്, നമ്മള് കൊടുക്കുന്നതിന് വാങ്ങുന്നതിനെ കുറിച്ചല്ല ഞാൻ പറയാം. ഇവിടെ ഏലി പുരോഹിതന്റെ മക്കൾ കാണിച്ച കാര്യം ദൈവത്തിന്റെ അന്ന് മാംസമാണ് നിവേദിച്ചതെങ്കിൽ, അന്ന് യാഗം കഴിക്കാൻ കൊണ്ട് മൃഗങ്ങളായിരുന്നെങ്കിൽ ഇന്ന് കൊണ്ടുവരുന്നത് നമ്മൾ നിവേദിക്കാൻ, നമ്മൾ ദൈവത്തിന് കൊടുക്കുന്ന യാഗം ഏറ്റവും ബെസ്റ്റ് ദൈവത്തിന് കൊടുക്കണം. മനസ്സിലായി? അവര് ബെസ്റ്റ് ഒക്കെ എടുത്ത് സ്വന്തമായിട്ട് ഭക്ഷിച്ച് ബാക്കി വന്നതൊക്കെ ദൈവത്തിന് കൊടുത്തു എന്ന് പറഞ്ഞ കണക്ക് അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഇന്ന് നമ്മൾ ശുശ്രൂഷക്കാരാണെങ്കിലും വിശ്വാസികളാണെങ്കിലും നമുക്ക് ദൈവം തരുന്ന എന്താണെങ്കിലും ഏറ്റവും ബെസ്റ്റ് ദൈവത്തിന് കൊടുക്കണം. നമ്മളീ കൊടുക്കുന്ന സമയം, നമ്മുടെ ഈ 3 മണി 6 മണി ഏറ്റവും ബെസ്റ്റ് സമയം നമ്മൾ ദൈവത്തിന് കൊടുക്കുന്നത്. എന്താന്ന് പറയട്ടെ, ഒരു മനുഷ്യൻ ജീവിതത്തിൽ ഏറ്റവും നന്നായി ഉറങ്ങുന്ന സമയം. അപ്പൊ കൊടുക്കുമ്പോൾ ചില ആൾക്കാരൊക്കെ ഉച്ചയ്ക്ക് മറ്റ് 10 മണിക്ക് 11 മണിക്കൊക്കെ പ്രാർത്ഥിച്ച ദൈവം കേൾക്കത്തില്ലേ എന്നോട് ചോദിച്ചു. പലരും ചോദിച്ചു, ഈ വെളുപ്പാങ്കാലത്ത് തന്നെ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കത്തുള്ളൂ, ദൈവത്തിന് ബാക്കിയുള്ള സമയം ദൈവത്തിന്റെ ചെവി അടച്ചു വെച്ചേക്കുന്നത്. ദൈവം എപ്പോഴും കേൾക്കും. പക്ഷേ ദൈവം ആഗ്രഹിക്കുന്ന ഏറ്റവും ബെസ്റ്റ് ആണ്. ഹല്ലേലൂയ. നമ്മൾ ചർച്ചിലേക്ക് ആരാധിക്കാൻ പോകുമ്പോൾ എങ്ങനെയും കൂറയായിട്ട് പോകണമെന്നല്ല ദൈവം ആഗ്രഹിക്കുന്നത്, ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തന്നെ പോകണമെന്നേ. കാരണം നമ്മൾ ആരാധിക്കാൻ പോകുന്ന നമ്മുടെ രാജാതി രാജാവിനെയാണ്. ഹല്ലേലൂയ. നമ്മുടെ കാര്യങ്ങൾ, നമ്മൾ ഒരു കാര്യം ദൈവത്തിനടുത്ത് സുവിശേഷം പറയാൻ പോകുമ്പോൾ നമ്മൾ ഫുൾ ഹാർട്ട് കൊടുത്ത് പറയണം. അവിടെ വന്നിരിക്കുക പള്ളിയിൽ അച്ഛനാണ് വലിയ ബിഷപ്പാണ് ഒന്നും നോക്കേണ്ട കാര്യമില്ല. ആരുടെ മുമ്പിലും അഭിമാനത്തോടെ പറയണം. എന്താ, അയ്യോ അത് പള്ളിക്കാരല്ല, സഭക്കാർ ഇപ്പോഴും 2 വള്ളത്തിൽ കാല് വെച്ച് നിൽക്കുന്ന എത്രയോ പേരുണ്ടെന്നറിയാം. കാരണം അവിടെ ചില മുട്ടിടിക്കും, അതുകൊണ്ട് സ്നാനപ്പെട്ടെന്ന് പറയത്തില്ല. ഇപ്പോഴും മെമ്പർഷിപ്പ് അവിടുത്തെ ചില ദേവദാസം വരെ ഒരു ഭീഷണിപ്പെടുത്തി ഞാൻ കേട്ടിട്ടുണ്ട്. അതെ, ഇപ്പോഴും ഞങ്ങൾക്ക് അവിടെ പേര് വെട്ടിയിട്ടൊന്നുമില്ല കേട്ടോ, ഞങ്ങൾക്ക് തിരിച്ച് നടക്കുക. ദേവദാസനെ നിങ്ങൾ മര്യാദ ഞങ്ങളോട് സംശയം, ഞങ്ങൾ തിരിച്ചങ്ങ് പോകുന്ന.
ഈ സ്വരം പറയുന്നതിനൊക്കെ എടുത്ത് പറയണം, അവരുടെ മുഖത്തൊക്കെ പറഞ്ഞ് തിരിച്ചു പൊക്കോളാൻ പറഞ്ഞു. ഹാലയില് ആമെ ധൈര്യത്തോടെ പറയാൻ നിൽക്കണം. ഹാലയില് നമ്മള് ഹാലയില് ദൈവത്തിന്റെ ഹാലയില് ആമെ ശുശ്രൂഷകർ ദൈവത്തിന് കൊടുക്കുന്ന റെസ്പെക്ട്, ആ റെസ്പെക്ട് ഇല്ലായ്മ ഇവിടെ കണ്ടത് നമ്മൾ. അതിന്റെ ഫലം ഏലിയോട് തന്നെ ദൈവം പറയുന്നുണ്ടല്ലോ, ഇങ്ങോട്ട് വരുമ്പോൾ നമുക്കറിയാം. പക്ഷെ ഇവിടെ അത് കഴിഞ്ഞ് ശമൂവേൽ ബാലനോ പഞ്ഞിനൂൽ കൊണ്ട് അംഗം ധരിച്ച് യഹോവയുടെ സന്നിധിയിൽ ശുശ്രൂഷ ചെയ്തു പോകുന്നു. 18-ാം വാക്യം ഏലിയുടെ മക്കളെ കുറിച്ച് പറയുന്നതിന് മുമ്പും ശമൂവേലിനെ കുറിച്ച് പറഞ്ഞ്, അത് പറഞ്ഞ് കഴിഞ്ഞ ഉടനെയും ശമൂവേലിനെ കുറിച്ച് പറയുക ദൈവം. കാരണം എന്താ വെച്ചാൽ ഏലിയുടെ പുരോഹിതനായ ഏലിയുടെ മക്കൾ ഇങ്ങനെയായിരുന്നു. പക്ഷെ പൗരോഹിത്യമൊന്നും ഇല്ലാത്തൊരു കുടുംബത്തിൽ നിന്ന് ഒരു കുഞ്ഞിനെ ദൈവത്തിന് കൊടുത്തപ്പോൾ അവൻ എങ്ങനെയായിരുന്നു? നമ്മളൊക്കെ പറയാൻ പാരമ്പര്യമൊന്നും ഉണ്ടാകത്തില്ല, പൗരോഹിത്യ പാരമ്പര്യമൊന്നും ഉണ്ടാകത്തില്ല, പാസ്റ്റർ മക്കളായിരിക്കത്തില്ല, പാസ്റ്റർ കുടുംബക്കാരെയൊക്കെ, പാസ്റ്റർ എന്നൊരു പി പോലും നമ്മുടെയൊക്കെ കുടുംബത്തിൽ ഉണ്ടായിരുന്നു കാണത്തില്ല. പക്ഷേങ്കിൽ ദൈവം നമ്മളെ പിടിച്ച് വേർതിരിച്ച് എടുക്കുമ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കണം വെച്ചാൽ നമ്മൾ ശമൂവേലിനെ പോലെ ആയിരിക്കണം. ശമൂവേലിനോട് പറയും. എന്നിട്ട് അതിന്റെ താഴോട്ട് വന്നത് 21-ാം വാക്യം എന്താ പറയാ, പിന്നെ അവസാനം ശമൂവേൽ ബാലനോ യഹോവയുടെ സന്നിധിയിൽ വളർന്നു വന്നു. ശമൂവേൽ ബാലൻ മനുഷ്യരുടെ സന്നിധിയിലല്ല വളർന്നു വന്നേ, യഹോവയുടെ സന്നിധിയിൽ വളർന്നു വന്നു. അടുത്ത നമ്മൾ ഇങ്ങോട്ട് വായിച്ച് വരുമ്പോ പറയും ഹാലേലിയ, അവൻ ഇതുപോലെ പ്രവാചകം ഉണ്ടാകത്തില്ല, അവന്റെ വായിന്ന് വന്ന അത് അടുത്ത അധ്യായത്തിലാണ് വരുന്നത്. ഹാലേലിയ, അവൻ ഒരു വാക്ക് പോലും ഹാലേലിയ എന്താ പറയാ പാഴായി പോയിട്ടില്ല. ഹാലേലിയ പറഞ്ഞു ഒരു പ്രവചനം പോലെ. ഇവിടെ അതുപോലെ ദൈവം പറയുന്ന യഹോവയുടെ അപ്പൊ ഏലി എന്നിട്ട് മക്കളോട് പറയുന്നുണ്ട്, നിങ്ങൾ മനുഷ്യരോട് പാപം ചെയ്താൽ ദൈവത്തോട് അപേക്ഷിക്കാം, പക്ഷെ ദൈവത്തോട് പാപം ചെയ്താൽ എന്തോ ചെയ്യും? വായിക്കാം സിസ്റ്റർ. എന്ന് 25 മനുഷ്യൻ മനുഷ്യനോട് പാപം ചെയ്താൽ അവന് വേണ്ടി ദൈവത്തോട് അപേക്ഷിക്കാം, മനുഷ്യൻ യഹോവയോട് പാപം ചെയ്താലോ അവന് വേണ്ടി ആർ അപേക്ഷിക്കും എന്ന് പറഞ്ഞു. എങ്കിലും അവരെ കൊല്ലുവാൻ യഹോവ നിശ്ചയിച്ചത് കൊണ്ട് അവർ അപ്പന്റെ വാക്ക് കൂട്ടാക്കിയില്ല. ശമൂവേൽ ബാലനോ വളരും തോറും യഹോവയ്ക്കും മനുഷ്യർക്കും പ്രീതിയുള്ളവനായി വളർന്നു. ഇവിടെ പറയുന്നേ, ദൈവത്തിൽ നിന്നെടുത്ത് മിസ്യൂസ് ചെയ്യപ്പെടും. ദൈവം കൊടുത്ത പലതും മിസ്യൂസ് ചെയ്യുമ്പം ഹാലൂയ, ദൈവം തന്ന കൃപാവരങ്ങൾ മിസ്യൂസ് ചെയ്യുമ്പോ, ദൈവം തന്ന ഹാലൂയ നമുക്ക് തന്ന ശുശ്രൂഷ മിസ്യൂസ് ചെയ്യുമ്പോ, ഇതൊക്കെ ചെയ്യുമ്പോ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു മനുഷ്യനോട് പാപം ചെയ്ത ദൈവത്തോട് അപേക്ഷിക്കുക, പക്ഷെ നിങ്ങൾ ദൈവത്തിന്റെ ഹാലൂയ ശുശ്രൂഷയെ കച്ചവടമാക്കുമ്പോഴും, ദൈവം തരുന്നതിനെ എടുത്ത് മറ്റു സ്വന്തം ഇഷ്ടങ്ങൾക്ക് മാറ്റുമ്പോഴും, നല്ലതെല്ലാം എടുത്ത് സ്വന്തം കുടുംബത്തിന് വേണ്ടിയും മറ്റു പല നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മാറ്റുമ്പോഴും അത് തന്നെ ഇവിടെ പറയാനുള്ള എന്താ പറയാ, ദൈവത്തോട് പാപം ചെയ്താൽ പിന്നെ ഇവിടെ പോയിട്ട് അപേക്ഷിക്കും. അടുത്ത നമ്മൾ അത് കഴിഞ്ഞ ഉടനെയും ദൈവം അവിടെ വീണ്ടും ശമൂവേലിനെ കുറിച്ച് തന്നെ ശമൂവേൽ ബാലനോ വളരും തോറും യഹോവയ്ക്കും മനുഷ്യർക്കും പ്രീതിയുള്ളവനായി വളർന്നു. ഇന്ന് വളരും തോറും ദൈവത്തിനും കൊള്ളത്തില്ല, മനുഷ്യർക്കും കൊള്ളാത്തതായിട്ട് വളർന്നു വരുന്നത് അല്ലേ? പല ശുശ്രൂഷകന്മാരെ നിങ്ങളൊന്ന് എടുത്തു നോക്കിക്കോ. നേരത്തെയൊക്കെ താഴ്മയും വിനയവും സ്നേഹവും മനുഷ്യരോട് ഇതൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാര് കുറച്ചങ്ങോട്ട് വളർന്നപ്പോ നെകളുമായി അഹങ്കാരം, മനുഷ്യനെ കാണാൻ മിണ്ടത്തവും ഇല്ല. ഇത്രയും ആൾക്കാരെ കാണുമ്പോ പുച്ഛവും ഒക്കെ ആയിട്ട് നടക്കും. അപ്പൊ വളരും തോറും എന്തുകൊണ്ടാ ശമൂവേൽ യഹോവയുടെ സന്നിധിയിലാണ് ശമൂവേൽ വളർന്നത്. ഇന്ന് മനുഷ്യരുടെ ചുറ്റുപാടിൽ നിന്ന് വളരുമ്പോ ലോകത്തിൽ വളരുന്നതിനെ കുറിച്ച് അപ്പൊ ലോകത്തിലെ സെലിബ്രിറ്റികളൊക്കെ എങ്ങനെയാ? ഇപ്പൊ ഫിലിം സ്റ്റാർസിനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവര് ആൾക്കാരെയൊക്കെ എന്താ പറയാ ബോഡി ഗാർഡ്സിനെയൊക്കെ വെച്ച് ആൾക്കാരൊന്നും അങ്ങനെ പോകുന്ന കണക്കാണ് ഇന്ന് പല പാസ്റ്റേഴ്സും. അപ്പൊ അവര് വളരുന്ന ലോകത്തിൽ അവര് വളരുന്നത്. പക്ഷെ ശമൂവേൽ വളർന്നത് ദൈവത്തിന്റെ സന്നിധിയിലാണ് വളർന്നത്. അപ്പൊ നമ്മൾ വളരുന്നത് ലോകത്തിലല്ല നമ്മൾ വളരേണ്ടുന്നത്. നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ വളർന്നാൽ ദൈവം ലോകത്തിൽ നമ്മളെ കാണിക്കും, ലോകത്തിന് മുമ്പിൽ നിർത്തും. പക്ഷേ ലോകക്കാരെ പോലെ, ലോകത്തിൽ വളരുന്നവരെ പോലെ ആകരുത്. കാരണം വളർന്നു വരുമ്പോൾ ദൈവത്തിനും മനുഷ്യർക്കും പ്രീതിയുള്ളവനായി വളരണം. ഇപ്പൊ നമ്മുടെയൊക്കെ വളർച്ച എങ്ങനെയായിരിക്കണം വെച്ചാൽ ദൈവത്തിനും മനുഷ്യർക്കും പ്രീതി ഉള്ളവനായി വളരണം. ഹാലേലൂയ. അവിടെയൊക്കെ ചിലപ്പോ നമ്മൾ അങ്ങനെ നിൽക്കുകയാണെങ്കിൽ, അങ്ങനെ വളരുകയാണെങ്കിൽ ഞാൻ പറയും പ്രവചനം എന്തെങ്കിലുമൊക്കെ പറഞ്ഞ ഒത്താൽ ഒത്തു, ഒത്തില്ലേ ഒത്തില്ല എന്നല്ല.
ഹാലലി എവിടെയെങ്കിലുമൊക്കെ പോയി തട്ടിത്തെറിച്ച് വേണം നമ്മൾ പറയുന്ന കണക്ക് ഏതൊക്കെയോ ചക്ക വീണ് മുയൽ ചാകുന്ന കണക്കല്ല. ഹാലേലിയ ആമേ നാൾക്ക് നാൾ കഴിയും തോറും ഹാലേലിയ ആമേ ഒരു വാക്ക് ആമേ ദാൻ മുതൽ ബേർഷെബ വരെ അങ്ങനെ പ്രവാചകൻ ഉണ്ടായിട്ടെന്ന് പറയും. കാരണം എന്താ? ശമൂവേൽ വളർന്നത് ദൈവസന്നിധിയിലാണ് വളർന്നത്, ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ഇരുന്ന്. ഹാലേലൂയ ദൈവത്തോട് കൂടെ ഇരുന്ന് ഹാലെ ഞാൻ ഇന്നലെ പറഞ്ഞ സീക്രട്ട് പ്ലേസിൽ ഇരുന്ന് ഹാലെ പ്രാപിക്കണം. ഹാലേലൂയ ആമേ അത് നിലനിർത്തിക്കൊണ്ട് പോകണം. തിരക്ക് വരുമ്പം ഹാലെ ഓടാൻ തുടങ്ങുമ്പോൾ ഹാലെ ദൈവസന്നിധി ഇരിക്കലും ഇല്ല, പ്രാപിക്കലുമില്ല, സീക്രട്ട് പ്ലേസും ഇല്ല, ഒന്നുമില്ല. ഹാലേലിയ തോന്നിയ പോലെ പോകും. ഹാലേലിയ അങ്ങനെയാകുമ്പോൾ ഹാലേലിയ ആമേ ദൈവത്തിനും മനുഷ്യർക്കും കൊള്ളരുതാത്തവരായി മാറും. അല്ലെ നമ്മൾ എത്രയൊക്കെ മുൻപോട്ട് പോകുമ്പോഴും ദൈവം ആഗ്രഹിക്കുന്ന ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ പറയണമെന്നുണ്ട്. പക്ഷെ ഇന്ന് ബാക്കി നമുക്ക് നാളെ വേണം പറയാം. ഹാലേലിയ ഇവിടെ ഹാലേലിയ ഞാൻ 10 അധ്യായം ഇന്നലെ വായിച്ചപ്പോ ദൈവം ഒരുപാട് അതിനകത്തുനിന്ന് ഹാലേലിയ ഇത്ര നാൾ വായിച്ചിട്ടും കാണാത്ത കുറെ കാര്യങ്ങൾ ദൈവം നോട്ട് ചെയ്യിച്ചു. ഹാലേലിയ അതുകൊണ്ട് ഇവിടെ പറയുന്നത് ദൈവത്തിനും മനുഷ്യർക്കും പ്രീതിയുള്ളവനായി ശമൂവേൽ വളരും തോറും അതിങ്ങനെ വർദ്ധിച്ചു വന്നു. ഹാലേലൂയ ഒരിക്കൽ വാർദ്ധക്യത്തിലായിട്ട് പോലും ശമൂവേൽ ഒരിടത്ത് പോലും പക്ഷെ ശമൂവേലിന്റെ മക്കളെ കുറിച്ച് പിന്നെ എഴുതിയിട്ടുണ്ട്. ഹാലേലൂയ അവര് പുഴ വാങ്ങിച്ച് ന്യായത്തെ മറിച്ചു കളഞ്ഞു വന്നു. ഹാലേലൂയ അതുപോലെ ഹാലേലൂയ ആകാതെ ദൈവസന്നിധിയിൽ ഹാലേലൂയ മനുഷ്യർക്കും ദൈവത്തിന് ഒരുപോലെ പ്രീതി, ആ പ്രീതി ഉള്ളവരായി വളരണമെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ആകരുതാത്തതെന്ന് ഏലി പുരോഹിതന്റെ മക്കളെ കുറിച്ച് പറഞ്ഞ് ദൈവം വ്യക്തമാക്കി തന്നിട്ടാണ് ശമൂവേലിനെ കുറിച്ച് ദൈവം പറഞ്ഞേക്കുന്നത്. അപ്പൊ ശമൂവേൽ ഇങ്ങനെയാണെങ്കിൽ അങ്ങനെയുണ്ട്. പക്ഷെ നമ്മൾ ഏത് ഗണത്തിൽപ്പെട്ടവരാണ്? നമ്മൾ എങ്ങനെ വളരാൻ ആഗ്രഹിക്കുന്നവരാണ്? ഹാലേലൂയ എന്ന് പലരും ആഗ്രഹിക്കുന്ന ശുശ്രൂഷ പ്രവാചക ശുശ്രൂഷ. കാരണം വെച്ചാൽ പെട്ടെന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ശുശ്രൂഷയാണ്. ഹാലേലൂയ നമ്മൾ സെലിബ്രേറ്റ് ആകാനല്ല ആഗ്രഹിക്കുന്നത്, നമ്മൾ ദൈവത്തിനും മനുഷ്യർക്കും കൊള്ളാകുന്നവരാകാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ ദൈവം എന്താണോ നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അതാകാൻ ആഗ്രഹിക്കുന്നത്. ദൈവം പറഞ്ഞേക്കുന്നത് അങ്ങനെ ഞാനാകുന്നു. നിങ്ങൾക്ക് എന്തായിട്ട് ഞാൻ വെളിപ്പെടണമോ അതായിട്ട് ഞാൻ വെളിപ്പെടുമെങ്കിൽ നമ്മളൊരു ഭവനത്തിൽ ചെന്ന് കഴിഞ്ഞാൽ, ഒരു വ്യക്തിയെടുക്കലിൽ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് എന്തായിട്ടാണോ നമുക്ക് അന്നേരം നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് പ്രയോജനപ്പെട്ട അതായി മാറണം. നമ്മൾ ചിലപ്പോ ഒന്നും വേണ്ട, നമ്മൾ ചിലപ്പോൾ അവരോട് അല്പസമയം സംസാരിച്ചാൽ മതിയാവും. വെറുതെ നമ്മൾ സംസാരിക്കാൻ തന്നെ അവർക്ക് ഒരു ആശ്വാസം ലഭിക്കുകയും അത് മതി. നമ്മൾ അവിടെ വലിയ ശുശ്രൂഷയൊന്നും ചെയ്യണ്ട. എന്തായിട്ട് ആണോ ആകാൻ ആഗ്രഹിക്കുന്നത്, ദൈവം എന്താക്കാനാണോ ആഗ്രഹിക്കുന്നത് അതാകാൻ വേണ്ടിയിട്ടായാലും നമ്മളല്ലാതെ എല്ലാവരും ചെന്നിട്ട് ഒരുപോലെ ആകണമെന്ന് സുവിശേഷത്തിന്റെ നേരത്തെ പറഞ്ഞ് നമ്മൾ ദൈവത്തിന്റെ സുവിശേഷം അറിയിക്കണം. ശിഷ്യന്മാർക്ക് ദൈവം അധികാരം കൊടുത്ത് അവരെ വേർതിരിച്ച് പറഞ്ഞു വിട്ടപ്പോൾ അവിടെ ചെന്നിട്ട് ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടല്ല പറഞ്ഞത്. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ആ ഭവനത്തിന് രക്ഷ വരുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല. പക്ഷെ ദൈവത്തിന് ആ രക്ഷയായി നമ്മൾ മാറണം. അതുപോലെ ദൈവം ചിലപ്പോൾ പറയുന്ന കാര്യങ്ങൾ, ഇന്നലെ ഒരു ബാംഗ്ലൂരിൽ ഒരു കുടുംബം തന്നെ ഒരു കന്നഡ ഫാമിലിയാണ്. ഒരു ഇടയ്ക്ക് ആ കൊച്ചു പഠിക്കാനൊക്കെ ബുദ്ധിമുട്ട് വിളി. ഞാൻ ആ കൊച്ചെന്നെ വിളിച്ച് ഞാൻ പറഞ്ഞില്ല ഞാൻ വിളിക്കുക, ഇന്നലെ ഞാൻ വിളിച്ചു. അതിന്റെ ഭാഗം സുഖമില്ല. അപ്പൊ പ്രാർത്ഥിക്കാൻ വേണ്ടി. പക്ഷെ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അദ്ദേഹത്തിന്റെ വലിയൊരു പാപത്തെ കുറിച്ച് എന്നെ വെളിപ്പെടുത്തി. ഞാൻ ഒട്ടും മടിച്ചില്ല, അത് പുള്ളിയോട് തുറന്നങ്ങ് പറഞ്ഞു. ഹാലേലൂയ ഞാൻ പറഞ്ഞ ദൈവസന്നിധിയിൽ ഹാലേലിയ നെടുമ്പാട് വീഴുക, 51-ാം സങ്കീർത്തനം വായിക്കുക, ദാവീദ് വീണിട്ട് കരഞ്ഞതുപോലെ ഹാലേലിയ ദൈവസന്നിധി കരയാണെങ്കിൽ ഹാലേലിയ നിങ്ങളുടെ ഹാലേലിയ സകലതും വിട്ടു. പക്ഷെ ഇപ്പൊ നിങ്ങളുടെ രോഗത്തിന് ഞാൻ പ്രാർത്ഥിക്കാം. അത് ഞാൻ പ്രാർത്ഥിച്ച ദൈവം തൊടുകയും ചെയ്തു. പക്ഷേ ഹാലേലിയ ഈ പറയുന്ന കണക്ക് അത് നമ്മൾ ഒരു കാര്യം വെള്ളം പൂശിയിട്ട് പോരരുത്. എവിടെയെങ്കിലും പോയിട്ട് പുറമെ വെള്ളം പൂശിയിട്ട് പോരരുത്. ഹാലേലിയ അകം തുറന്ന് അതിനുള്ളിൽ ഇരുന്ന അഴുക്കുകൾ എടുത്ത് കളഞ്ഞ് ക്ലീൻ ചെയ്യാൻ പറഞ്ഞു കൊടുക്കണം. ഹാലേലിയ കാരണം വെച്ച് കഴിഞ്ഞാൽ ശവക്കല്ലറ നമ്മൾ നോക്കി അറിയാം. പുറമെ നോക്കിയാൽ നല്ല വെള്ളയൊക്കെ പൂശി നല്ല മാർബിളൊക്കെ ഇട്ടല്ല വരും. പക്ഷെ തുറന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും? ചീഞ്ഞ നാറ്റും അസ്ഥിയും അതൊക്കെ കിടക്കുന്നത്. ഹാലേലിയ അതല്ല, അതിനെ ആദ്യം അകത്തുനിന്നുള്ളതിനെ പുറത്ത് കളഞ്ഞ് ശുദ്ധീകരിച്ചിട്ട് വേണം പുറത്ത് പെയിന്റ് അടിക്കാനായിട്ട്. ഹാലേലിയ ഇത് നമ്മൾ ചെയ്യണം. അത് ആരാണെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞാൽ അത് നമ്മൾ അങ്ങ് പറഞ്ഞേക്കണം. അവരെ ഒന്നില്ലാതുണ്ടെങ്കിൽ രക്ഷപ്പെടും, ഇല്ലെങ്കിൽ പിന്നെ ആ വഴിക്ക് പോകും. പക്ഷെ നമ്മൾ പറയാതെ നമുക്ക് ഇതുപോലെ നമ്മുടെ ശുശ്രൂഷകൾ ഓരോന്നും ദൈവത്തിന് പ്രസാദമുള്ള ശുശ്രൂഷ ചെയ്യണം. അതേ സമയത്ത് മനുഷ്യർക്കും നല്ലതായിരിക്കണം നമ്മൾ. ഹാലേലിയ ഈ ഭാഗത്ത് നിന്ന് ഇത്രയും മാത്രം പറഞ്ഞു നിർത്താൻ നമ്മുടെ സമയം ഒത്തിരി മുൻപോട്ട് പോയത് കൊണ്ട് ബാക്കി ഭാഗങ്ങൾ നമുക്ക് വരും ദിവസം ചിന്തിക്കുകയും വരാത്ത എല്ലാവരും അനുഗ്രഹിക്കും. പറയട്ടെ. സ്തോത്രം. ഗോഡ് ബ്ലെസ് യു.